വെൽക്കം ടു PSC ജേണി. PSC ജേണിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരുടെ ഓണമൊക്കെ അടിപൊളിയെന്ന് വിചാരിക്കുന്നു. ഓണത്തിനിടയ്ക്ക് നമ്മൾ പഠിപ്പൊന്നും മുടങ്ങിപ്പോവാതെ നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ LDCക്ക് വേണ്ടി നമ്മളൊരു 30 ദിവസത്തെ ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ പലരും പറഞ്ഞു LGSന് കൂടെ അങ്ങനെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കാൻ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു 30 ദിവസത്തെ സ്റ്റഡി പ്ലാനാണ് LGSകാർക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ എക്സാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ കൂടുതൽ സമയമെടുത്ത് നന്നായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതും ഒരു 5 ദിവസം വെച്ചിട്ടുള്ളൊരു ടൈം ടേബിളാണ്. ഓരോ 5 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ റിവിഷൻ ഒരു ദിവസം റിവിഷനായിട്ട് വെക്കണം. അത് ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല, അത് നിങ്ങൾ പക്ഷേ ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ 5 ദിവസം എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രമാണ്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമരം, അതുമായിട്ട് ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഇതൊക്കെയാണ് ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ഒരു പോർഷനിൽ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ കെമിസ്ട്രിയാണ്. കെമിസ്ട്രി ഇതുപോലെ തന്നെ അധികം LGS ആയതുകൊണ്ട് വളരെ ഡീപ്പായിട്ടുള്ള പോർഷൻസ് ഒന്നുമില്ല. അപ്പോൾ അതും കെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കണം ഈ ഒരു 5 ദിവസം കൊണ്ട്. അതുപോലെ മാത്സിൻ്റെ കാര്യത്തിൽ മാത്സ് ഇപ്പോൾ നിങ്ങൾ ഇക്വേഷൻസ് ആണെങ്കിൽ ഇക്വേഷൻസ്, അല്ലെങ്കിൽ ട്രിക്സ് വെച്ചിട്ടാണെങ്കിൽ ട്രിക്സ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു മെത്തേഡ്, പ്രോബ്ലം ചെയ്യേണ്ട മെത്തേഡുകളെല്ലാം ടോപ്പിക്കിൻ്റെയും പഠിച്ചു വയ്ക്കുക. പ്രോബ്ലംസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാറ്റിൻ്റെയും ഇക്വേഷൻസോ ട്രിക്സ് ആണെങ്കിൽ അത് തറായിട്ട് പഠിച്ചിരിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സ് 2020 2021 കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. അപ്പോൾ അത് ഓരോ മന്ത് വൈസ് വെച്ചിട്ട് ഓരോ ദിവസം നിങ്ങളത് പറ്റുന്ന പോലെ കംപ്ലീറ്റ് ചെയ്ത് പോകാം കേട്ടോ. അടുത്ത ഒരു 5 ദിവസം എന്ന് പറയുന്നത് കേരള ചരിത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ കേരള ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകന്മാരെ മുന്നേറ്റങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് കേരള ചരിത്രം എന്ന് പറയുന്ന പോർഷൻ. പിന്നെ ബയോളജി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം. ബയോളജി ഇതുപോലെ വളരെ കുറച്ച് പോർഷൻ തന്നെയുള്ളൂ LGSകാർക്ക്. പിന്നെ കായികം എന്ന് പറയുന്ന ഒരു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ടേംസ്, അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സും നോക്കുക കേട്ടോ. അത് കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും നിങ്ങൾ പറ്റുന്ന പോലെ അപ്ഡേറ്റ് ചെയ്ത് പോവാം. അടുത്ത 5 ദിവസം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന, അതുപോലെ പൗരൻ്റെ അവകാശങ്ങൾ, കടമകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഫുള്ളായിട്ട് പഠിക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കണം കേട്ടോ. ആമുഖം അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ പൗര അവകാശങ്ങളും കടമകളും എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും പഠിക്കണം. പിന്നെ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ മാത്സ് എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം. ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്ത് ഫുൾ പഠിക്കുക. നമ്മൾ കെമിസ്ട്രിയും ബയോളജി പഠിച്ച പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതും വളരെ എന്താ പറയുക LDCകാരുടെ അത്ര ഇല്ല പോർഷൻസ്. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഫിസിക്സ് അതുപോലെ മാത്സ് നമ്മൾ ഓൾറെഡി ട്രിക്സും ഇക്വേഷൻസും പഠിച്ചു ആദ്യത്തെ 5 ദിവസം. അപ്പോൾ പിന്നെയുള്ള ഒരു 5 ദിവസം എന്ന് പറയുന്നത് എന്താണ്, വളരെ മാത്സിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഈ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ്. പിന്നെ കറണ്ട് അഫയേഴ്സ്. പിന്നത്തെ 5 ദിവസം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൽ വന്യജീവി സങ്കേതങ്ങൾ, മത്സ്യബന്ധനം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെന്താണ് കേരളത്തിലെ ഭരണ സംവിധാനങ്ങൾ, അത് പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ LDCയിലും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ കുറച്ച് പോർഷൻസ്, ഭരണ സംവിധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള അറിവെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് LGSൻ്റെ ഒരു സിലബസിൽ. അപ്പോൾ അതാണ് പിന്നെ നോക്കേണ്ടത്. പിന്നെ മാത്സ് ഈ പറഞ്ഞ പോലെ പ്രോബ്ലംസ്, അത് ഡെയിലി മാത്സ് ഒരു 5-10 പ്രോബ്ലംസ് വെച്ചിട്ട് ചെയ്ത് പഠിക്കുക. 5 ദിവസം എന്ന് പറയുമ്പോൾ ഓരോ 5 ദിവസം കൂടുമ്പോഴല്ല, 5 ദിവസം ആണെങ്കിൽ 5 ദിവസവും നിങ്ങൾ 10 പ്രോബ്ലംസ് വെച്ച് പഠിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സ് ഈ പറഞ്ഞ പോലെ മന്ത്ലി വൈസ് വെച്ച് പഠിച്ചോളൂ. അപ്പോൾ 2020 കംപ്ലീറ്റ് ആയിട്ടും 2021 കുറച്ച് ഡീപ്പായിട്ടും തന്നെ നോക്കുക. 2020 പറ്റുന്ന പോലെ തന്നെ കേട്ടോ. അടുത്ത ഒരു 5 ദിവസത്തെ ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ്. അപ്പോൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഈ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലും വന്യജീവി സങ്കേതങ്ങൾ, അതുപോലെ വ്യവസായങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ വരും. അത് പഠിക്കുക. അതുപോലെ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞിട്ട് ബയോളജിയുടെ ആ ഒരു പോർഷനിൽ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനും കൂടെ പഠിക്കണം കേട്ടോ. പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, അതൊക്കെയാണ് ആ ഒരു പോർഷനിൽ വരുന്നത്. പിന്നെ മാത്സ് പതിപോലെ തന്നെ ഈ 5 ദിവസവും ചെയ്ത് തന്നെ പഠിക്കണം. പ്രോബ്ലംസ് മാക്സിമം പ്രോബ്ലംസ് കണ്ടെത്തിയിട്ട് പഠിക്കുക. പിന്നത്തെ ലാസ്റ്റ് 5 ദിവസം പിന്നെ കറണ്ട് അഫയേഴ്സ് എല്ലാ ദിവസവും പഠിക്കണം കേട്ടോ. എങ്കിൽ നമുക്കത് കവർ ചെയ്ത് പോകാൻ പറ്റുള്ള ഒരുപാടുണ്ടായിരിക്കും. 2020 2021 പിന്നെ 2019 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് ഡെയിലി തന്നെ പഠിച്ചു പോവുക.
പിന്നെ ലാസ്റ്റ് 5 ദിവസം എന്ന് പറയുന്നത് സാമ്പത്തിക മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ബാങ്കിങ് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പഞ്ചവത്സര പദ്ധതികളെല്ലാം പഠിക്കുക. അതുപോലെ ശാസ്ത്ര സാങ്കേതിക കല സാംസ്കാരികം സാഹിത്യം എന്ന് പറയുന്നൊരു പോർഷനുണ്ട്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കല സാംസ്കാരിക സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകൾ, അവർക്ക് ലഭിച്ച അവാർഡുകൾ, അതും അവരുടെ കൃതികൾ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കണം നന്നായിട്ട്. അതുപോലെ മാത്സും നന്നായിട്ട് തന്നെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. പിന്നെ കറണ്ട് അഫെയർസ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റിവിഷൻ തന്നെയാണ്. അതുപോലെ കംപ്ലീറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പോവുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്